വെൽക്കം ടു ഇബ്രാഹിം സോ ഓക്കെ. ഞാൻ എന്തായാലും ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണുപോയത് ആ ഒരു പിക്ചറിലാണ്, മമ്മൂക്കാൻ്റെ ഒപ്പമുള്ളൊരു ഒരു സെൽഫി. കയറി വന്നപ്പോൾ തന്നെ മുകളിലൊരു നല്ല പൂന്തോട്ടം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. താഴെ മാത്രമല്ല അപ്സ്റ്റെയറിലും. എന്നെ അത് കൂടി ഒന്ന് കാണിക്കുമോ? കുഞ്ഞു പൂക്കളിൽ പറന്നിറങ്ങും ശലഭമായി മഞ്ഞു പെയ്യും ഈ തളിർവനങ്ങളിൽ. ഇതാണോ സർ ചെറിയൊരു ഗാർഡൻ എന്ന് പറഞ്ഞത്? ഇത് അത്യാവശ്യം വലിയൊരു ഗാർഡൻ തന്നെയാണല്ലോ. ഞങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നതും ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഞങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളിലുള്ള തീരുമാനം ഞങ്ങൾ പറഞ്ഞാലും അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് കൺഫർമേഷനൊക്കെ മൂപ്പര് തന്നെ അന്നും ഇന്നും എന്നും. ഞങ്ങൾക്ക് ബ്യൂട്ടിഫുൾ മെമ്മറീസേ ഉള്ളൂ. ഒരെണ്ണമായിട്ട് അങ്ങനെ എടുത്ത് പറയാനില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. വിദ്യാഭ്യാസം പൂർത്തിയാക്കുക, ഒരു പ്രൊഫഷൻ ഉണ്ടാക്കിയത്, തൊഴിൽപരമായ ഒരു സെക്യൂരിറ്റി ഉണ്ടാക്കുക. സിനിമയോട് മൂപ്പർക്ക് ആദ്യമേ തന്നെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളെന്ന് വെച്ചാൽ തൊഴിൽ കളഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോയിട്ട് അങ്ങനെയൊന്നും ആയിട്ടില്ല. പിന്നെ ഒരു സിനിമ ആദ്യം ഇപ്പോൾ അനുഭവങ്ങൾ പഠിച്ചു വന്ന സിനിമ, അതൊക്കെ ചെറിയ കുട്ടിയാണ്. അതിനോട് പിന്നെ കാലയാക്കുന്ന സിനിമ അഭിനയിച്ചു. പിന്നെ അതവിടെ അങ്ങനെ അവസാനിച്ചു. പിന്നെ പുള്ളി വിദ്യാഭ്യാസപരമായ കാര്യങ്ങളും ഡിഗ്രി കഴിഞ്ഞു, LLB എടുത്തു, എൻറോൾമെൻറ്റ് കഴിഞ്ഞു. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് MTയുടെ സിനിമയിലേക്ക് പോയി. ഇപ്പോൾ ചാക്കാട മമ്മൂട്ടിയുടെ സിനിമകൾ കാണുമ്പോൾ നമ്മളുടെ ബ്ലഡാണ്, നമ്മുടെ സഹോദരനാണ്. നമുക്ക് അഭിനയം സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കത് കോമഡി സീനാണെങ്കിലും ആക്ഷൻ സീനാണെങ്കിൽ നമുക്ക് കണ്ണു നിറയും. അല്ലെങ്കിൽ ഇത്രയും 100-400 സിനിമകളിൽ അഭിനയിച്ച ആളാണ്, ഇനി എന്ത് എന്നുള്ളതല്ല. ഒരു പുതിയ സിനിമ, ഒരു പുതിയ നടൻ്റെ സിനിമ, ആദ്യമായി സിനിമ അഭിനയിക്കുന്ന ആളുടെ സിനിമ കാണുന്ന ഒരു ഫീലാണ് നമുക്ക്. അങ്ങനെയാണ് നമ്മളങ്ങനെ തന്നെയാണ് സിനിമ കാണുന്നത്. അതുപോലെ നമുക്ക് ലാലിൻ്റെ സിനിമകൾ ഇഷ്ടമാണ്. ഒരു കഥാപാത്രം ഇപ്പോൾ മമ്മൂട്ടി ചെയ്തൊരു കഥാപാത്രം ലാലി ചെയ്തപ്പോട്ടെ ശരിയായിക്കൊള്ളണമെന്നില്ല, ലാലിൻ്റെ ക്യാരക്ടർ ഇങ്ങോട്ടായിരുന്നു. പക്ഷെ അവർ ചിലപ്പം ആദ്യമല്ല സിനിമയിൽ വന്ന കാലം മുതൽ അവർ തന്നെ ഒരു 52ഓളം സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരുമിച്ച് അഭിനയിക്കുന്നു. ഇപ്പോൾ പുതിയ പടത്തിൽ ഒരുമിച്ച് അഭിനയിക്കുന്നു. പുഴയൊഴുകുന്നത് പോലെ, കാറ്റ് വീശുന്നത് പോലെയായിരുന്നു നമ്മുടെ യാത്ര. നമ്മുടെ ജീവിത പാഠങ്ങൾ നമുക്ക് പിന്നാലെ വരുന്നവർക്ക് അറിഞ്ഞ് അനുഭവിക്കാനും അറിഞ്ഞ് മനസ്സിലാക്കാനുമുള്ള പാഠങ്ങളാവട്ടെ. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്. പ്രായത്തിന്റെ പേരിൽ ചേട്ടനെ കൊണ്ട് ബുദ്ധിമുട്ടിലായ ലോകത്തിലെ ഒരേ ഒരു അനിയൻ, അദ്ദേഹത്തിന്റെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് മറ്റാരെ പറ്റിയിട്ടല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട, നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ മെഗാസ്റ്റാർ മമ്മൂക്കാന്റെ അനിയനായിട്ടുള്ള ഇബ്രാഹിം കുട്ടി സാറിന്റെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഹായ് സാർ, വെൽക്കം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സാറിന്റെ വീടാണ്. അപ്പം സാർ ഞങ്ങൾ വരട്ടെ? വെച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. സർ, ഗാർഡനിങ് എങ്ങനെയാണ്? ഒരു ഹോബി? ഗാർഡനിങ് എനിക്കല്ല, വൈഫിനാ ഹോബിയാണ് അല്ലേ? അപ്പം ഇതൊന്നും സാറ് നട്ട എന്തെങ്കിലും വളരെ കുറവായിരിക്കും. ഇവിടെയാണ് വർഷങ്ങളായിട്ട് താമസിക്കുന്നത്? ഒരു 14 വർഷമായിട്ട് ഇവിടെയാണ്. ഓക്കെ. അപ്പൊ ഞാനിവിടെ മമ്മൂക്കാന്റെ പേരിൽ അല്ലേ, ശരി, ഒഫീഷ്യൽ പേരിലുള്ള വീട്ടുപേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? പാണപ്പറമ്പ്. ഓക്കെ. അപ്പൊ നമുക്ക് വെൽക്കം ടു ഇബ്രാഹിം സോ. ഓക്കെ, നമുക്ക് അകത്തേക്ക്. ഇത് എത്ര ചെടികൾ ഉണ്ടാകും? മൊത്തം പുകയില്ല പൂക്കളും. എനിക്ക് ഇതിന്റെ ആന്തൂറിയോ? ഓർക്കിഡ്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് ആംബിയൻസിലുള്ള ഒരു വീടാണിത്. എനിക്ക് പുറത്തും അകത്തും വന്നപ്പോ അങ്ങനെ തോന്നി. ശരിയല്ലേ സർ? ആ ഒരു തീം അത് അങ്ങനെ തന്നെ വേണം എന്ന് വെച്ച് സ്റ്റിക്ക് ഓൺ ചെയ്ത് അങ്ങനെ മതിയെന്നല്ലേ? നല്ല ഭംഗിയുണ്ട്. പക്ഷെ സോഫാസ് ഒരു ഗ്രീൻ ടച്ച് മൊത്തത്തിൽ അങ്ങനെ വന്നതാ. ഞാൻ എന്തായാലും ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണുപോയത് ആ ഒരു പിക്ചറിലാണ്, മമ്മൂക്കാൻ്റെ ഒപ്പമുള്ളൊരു ഒരു സെൽഫി. അപ്പം അതിൽ സാറുണ്ട്, സാറിൻ്റെ ബ്രദർ ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് ആ കസിൻസ് ആണ് അല്ലേ? പിന്നെ ആ പെയിന്റിങ് പേരക്കുട്ടി വരച്ചതാ മോള്. ഓ, ഇവിടെ ഇപ്പൊ എത്ര അംഗങ്ങളുണ്ട് സർ?
ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഇവിടെ. ആ. മോള് അവളുടെ വീട്ടിലാണ്, ആണല്ലേ, വെണ്ണല താമസിക്കും. വെണ്ണല്ലേ താമസിക്കുന്നത്. ഓൾറെഡി അപ്പൊ എന്തായാലും നമുക്ക് ഹാളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഞാൻ എന്തായാലും ഒന്ന് അങ്ങോട്ടേക്ക് പോയി എന്റെ പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അവിടെ എനിക്കൊരു പിങ്ക് കളർ കാറൊക്കെ കാണാം. ഇത് ആരെങ്കിലും ഗിഫ്റ്റ് തന്നതാണോ, അങ്ങനെ എന്തെങ്കിലും അതൊക്കെ സ്പെഷ്യാലിറ്റി വാങ്ങിച്ചു വെച്ചിരിക്കണം. വെച്ചിരിക്കുന്നതാണല്ലേ? ഇവിടുത്തെ കുഞ്ഞാളുടെ പരിപാടി ഒന്നും ഇതിനകത്ത് എന്തൊക്കെയോ പെൻസിലൊക്കെ കാണാം എനിക്ക്. അത് പേരക്കുട്ടി. ആ, ഇളയാളുടെ ഇതായിരിക്കും അല്ലേ. ഓൾസോ വി ഹാവ് എ ടോയ് ഹിയർ. ഇതും ഇവിടുത്തെ മോന്റെ ആയിരിക്കും. ചെറിയ മോലെ പേരക്കുട്ടിയുടെ. ഒരു ഗോൾഡൻ കളർ ഈഗിള് കാണാം. ഇത് എന്തെങ്കിലും ഗുഡ് ഓമൻ. അത് എവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയതാ, മൊമെന്റോ പോലെ കിട്ടിയത്. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു ചെറിയ ലിവിങ് സ്പേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഗ്രേ ആൻഡ് വൈറ്റ് തീമിൽ ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട്. വളരെ പ്രിസൈസ് ആണെങ്കിലും വളരെ നീറ്റ്ലി കെപ്റ്റ്. സാർ ഈവിളയിലൊക്കെ വിശ്വസിക്കുന്ന ആളാണോ? അതൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ കാണാൻ ഭംഗിയാണല്ലോ. അതിനിപ്പോ പ്രത്യേകിച്ച് അവിശ്വാസത്തിന്റെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അതിനിട്ടിപ്പോ നല്ല ഭംഗി. അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇരിക്കട്ടെ. ഡ്രീം ക്യാച്ചറും അങ്ങനെ തന്നെ വെറുതെ അല്ലേ? അങ്ങനെ വാങ്ങിച്ച. ആ, ശരി. നല്ല ഭംഗിയുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, ഒരുപാട് അങ്ങനെ ഭയങ്കര ആർട്ടിസ്റ്റിക്കൽ ആയിട്ടുള്ള ബഹളമൊന്നുമില്ല, പക്ഷെ വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു രസമുള്ള ലിവിങ് ഏരിയ. താങ്ക് യു. എന്താണ് ഇപ്പൊ സാർ വർക്ക് ചെയ്യുന്ന പ്രോജക്ട്? ഇപ്പൊ വർക്ക് ചെയ്യണത് 3 സീരിയലുണ്ട്. പരിപാടികളൊക്കെ നല്ല അടിപൊളിയായിട്ട്. കുഴപ്പമില്ല. സിനിമകളുണ്ട്, ചെറിയ സിനിമകളാണ്, വലിയ ബഡ്ജറ്റ് സിനിമകളില്ലാത്ത. ഇപ്പൊ ഞാൻ പൊന്നാനി എന്നൊരു ജിയോമെട്രി എന്നിട്ട് സിനിമ കഴിഞ്ഞ് വന്നതാണ്. കഴിഞ്ഞ ദുബൈയിൽ പോയി എൻ്റെ ഒരു പുസ്തകത്തിന്റെ പ്രകാശനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു ഞാൻ മിനിഞ്ഞാന്ന് വന്നിരിക്കുകയാണ്. ഓക്കെ. അപ്പം സാർ ഇപ്പൊ നിങ്ങൾ എല്ലാവരും എറണാകുളത്ത് സെറ്റിൽഡ് ആണ്. അപ്പം വൈക്കത്ത് പണ്ട് ഉണ്ടായിരുന്ന ആ ഒരു ടൈം ഒക്കെ മിസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ മിസ് ചെയ്യണമെന്നില്ല. നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മെച്യൂർ ആകുമ്പോൾ നമ്മൾ കൂടുതൽ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങൾ നോക്കി വരുന്നു. അതിന് മിസ്സിങ് ഒന്നുമില്ല. കാരണം അവിടെ ആരും ഇല്ല ഇപ്പോൾ. ഇല്ല അല്ലേ? ഞങ്ങളുടെ തറവാട് വീട് അവിടെ പണ്ടെന്നല്ലാതെ അതിങ്ങനെ മെയിൻ ചെയ്ത് പോകുന്നു അത്രേ ഉള്ളൂ. വേറെ ആരും ഇല്ല. വേറെ ക്ലോസ് റിലേഷൻസ് അങ്ങനെ കസിൻസ് ആരെങ്കിലും ഒക്കെ അങ്ങനെയുള്ളൂ എന്നല്ലേ? ഞങ്ങൾ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം ഇങ്ങോട്ട് സെറ്റിൽ ചെയ്യും. അപ്പൊ നിങ്ങള് ഒരു എന്താ പറയാ, ഒരു നല്ല പ്രായം കഴിഞ്ഞിട്ടല്ലേ? ചൈൽഡ്ഹുഡ് ഒക്കെ ഫുൾ വൈക്കത്തല്ലേ? ഓർമ്മകളും കാര്യങ്ങളൊക്കെ അവിടെ ഞങ്ങള് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. ഓഹോ. അതുവരെയൊക്കെ അവിടെ തന്നെയായിരുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആസ് ബ്രദേഴ്സ് എന്തായാലും കുഞ്ഞിനെ കുട്ടി വഴക്കുകളൊക്കെ ഉണ്ടാവുമായിരുന്നല്ലോ. അപ്പൊ മമ്മൂക്ക അങ്ങനെ ചൈൽഡ്ഹുഡിലെ എങ്ങനെയായിരുന്നു? അങ്ങനെ എന്തെങ്കിലും ചൈൽഡ്ഹുഡിൽ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ഇപ്പോഴും ഒരു മാറ്റമില്ല. ആ, ഇപ്പം ഞങ്ങൾക്ക് അറിയണം മമ്മൂക്ക ഡിഫറെന്റ്, സാറിനൊക്കെ അറിയുന്ന ഒരു മമ്മൂക്ക ഡിഫറെന്റ്. എപ്പോഴെങ്കിലും ഓൺ സ്ക്രീനിൽ നിങ്ങൾക്ക് അറിയുന്ന, അതായത് നിങ്ങളുടെ മമ്മൂക്കയെ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ക്യാരക്ടറുമായിട്ട്? അദ്ദേഹം ഒരുപാട് സിനിമകളുണ്ട്, വാത്സല്യം പോലെയുള്ള സിനിമകളിലൊക്കെ. ഓ, അങ്ങനെ ഒരു ഏട്ടനാണ് അദ്ദേഹം. നമ്മളെയൊക്കെ അത്രയും കെയർ ചെയ്യുന്ന, നമ്മുടെ കാര്യങ്ങൾക്ക് അത്രയും ഇൻവോൾവ് ആവുന്ന, നമ്മളിങ്ങനെ സേഫ് ആക്കി കൊണ്ടു നടക്കുന്ന, സെക്യൂറാക്കി കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ആണല്ലേ? ഓ, നൈസ്. അദ്ദേഹമായിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ് മെമ്മറി ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ? ഞങ്ങൾക്ക് ബ്യൂട്ടിഫുൾ മെമ്മറീസേ ഉള്ളൂ. ഒരെണ്ണമായിട്ട് എടുത്ത് അങ്ങനെ പറയാനില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്തിരുന്നത്. കാരണം ഞങ്ങൾ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള വളരെ ഇസ്ലാമിക് ശരികളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. പക്ഷെ എന്നാൽ തന്നെ നമ്മൾ സിനിമ, ഉത്സവങ്ങൾ, അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ നമ്മൾക്ക് പോകാൻ അനുവാദം ഉണ്ടായിരുന്നു. ഇനി സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കലാപരമായ പരിപാടികൾ അവതരിപ്പിക്കുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇഷ്ടംപോലെ സിനിമകൾ വാപ്പ തന്നെ ഞങ്ങളെ കൊണ്ടു കാണിക്കുമായിരുന്നു. അവിടെ നിന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കലയോടുള്ളൊരു ഇഷ്ടം വന്നതെന്ന് ഉത്സവങ്ങളോടനുബന്ധിച്ചുണ്ടാകുന്ന കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ, നാടകം, ബാലെ, ഗാനമേള, അങ്ങനെയുള്ള കുറേയൊക്കെ പരിപാടികളുണ്ട്. അതൊക്കെ ഭയങ്കര താല്പര്യത്തിൽ കാണുമായിരുന്നു. അതിൻ്റെ ഓരോ മുക്കും മൂലം ഇങ്ങനെ ശ്രദ്ധിച്ച് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. സിനിമകളും അങ്ങനെ തന്നെ. ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കുഞ്ഞിലെ പങ്കെടുത്തിട്ടുണ്ടോ? ബാലെ, ഗാനമേള പോലെ സ്കൂൾ കലോത്സവങ്ങളിൽ, സ്കൂൾ വാർഷികത്തിനൊക്കെ ഞങ്ങളിങ്ങനെ കലാപരിപാടികളിൽ പങ്കെടുക്കും. ഞാനും ഏട്ടനും. അനിയൻ അങ്ങനെയില്ല, ഞങ്ങൾ രണ്ടുപേരുമാണ് അതിൻ്റെ കുറച്ച് ഇനിഷ്യേറ്റീവായിട്ട് നിന്നത്. എന്തെങ്കിലും ഇപ്പം സാറിനോട് കൂടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, സാറിനും മമ്മൂക്കും ഇപ്പം നിങ്ങൾക്കൊക്കെ ഒന്നും നമുക്കൊരു ഇൻസ്പിറേഷൻ, നിങ്ങളൊക്കെയാണ് ആക്ച്വലി ഇൻസ്പിറേഷൻ, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെ ഇൻസ്പിറേഷൻ തോന്നിയിട്ടുള്ള ആരെങ്കിലെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നതും ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഞങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളിലുള്ള തീരുമാനം ഞങ്ങൾ പറഞ്ഞാലും അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് കൺഫർമേഷനൊക്കെ മൂപ്പര് തന്നെ അന്നും ഇന്നും എന്നും അറിയാതെ നമ്മളൊരു കാര്യങ്ങളും ചെയ്യാറില്ല. ഇന്നും അതങ്ങനെ തന്നെയാണ് പോകുന്നത് അല്ലേ? ഞാൻ എൻ്റെ ഇൻട്രോയില് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതായത് ഈ പ്രായത്തിന്റെ ഇത് വെച്ച് ചേട്ടനെ കൊണ്ട് പ്രശ്നമാകുന്ന ലോകത്തിലെ ഒരു അനിയന്. അങ്ങനെ അത് നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുക. ഞങ്ങളും ഇപ്പൊ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, നമ്മൾക്കൊക്കെ എത്ര പ്രായമുണ്ട് പൊതുവായിട്ട് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. ഇപ്പൊ മമ്മൂട്ടിയുടെ പ്രായം വെച്ച് എന്റെ പ്രായം നോക്കും, നമ്മളിങ്ങനെ ആ ഒരു ബാലൻസ് അങ്ങനെ പോകുന്നത്. ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, ഞാനൊരു ക്വിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം.
മമ്മൂക്കാനെ പറ്റി മലയാളികൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇത്തിരി ചൂടനാണ്, അഹങ്കാരിയാണ്. ബേസിക്കലുള്ള സ്വഭാവങ്ങൾ, അത് ഹാബിറ്റ് അല്ലല്ലോ, സ്വഭാവങ്ങളല്ലേ. നമുക്കിപ്പോൾ ഹാബിറ്റുകളൊക്കെ മാറ്റാൻ പറ്റും, നമുക്ക് സ്കേർട്ട് വലി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. അല്ല നമ്മുടെ സ്വഭാവം തന്നെയല്ലേ. അല്ല, ഇപ്പൊ അദ്ദേഹം എനിക്കുണ്ടല്ലോ അദ്ദേഹത്തിന് ഇന്റർവ്യൂ 2 വട്ടം എടുക്കാനുള്ള ഒരു മഹാഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്കപ്പോൾ തോന്നിയത്, ഞാൻ വളരെ പേടിച്ചാണ് പോയിരുന്നത്. പക്ഷെ നമ്മളെ ഭയങ്കര കംഫർട്ടാക്കി ആ ഒരു അല്ലേ. പ്രൊഫഷണലി ആണെങ്കിലും ഇപ്പോൾ സിനിമയുടെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം, നമ്മൾ ലൊക്കേഷനിലൊന്നും അങ്ങനെ പോകാറില്ല. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇപ്പോൾ മോൻ അഭിനയിക്കുന്നുണ്ട്, ദുൽഖർ അഭിനയിക്കുന്നുണ്ട്, മക്ബൂൽ അഭിനയിക്കുന്നുണ്ട്, മൂപ്പർ അഭിനയിക്കുന്നുണ്ട്, ഞാനും അഭിനയിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റുകളിൽ പോവുക, ലൊക്കേഷനിൽ പോവുക, അങ്ങനത്തെ പരിപാടികളൊന്നും ഒന്നുമില്ല. ഇപ്പൊ സാർ, നിങ്ങളുടെ ഫാമിലീസിലുള്ള 2 പേരുടെ, ഞങ്ങൾക്ക് അറിയുന്ന 2 പേരുടെ പേര് ഞാൻ പറയാണ്. മക്ബൂൽ സൽമാൻ ആൻഡ് ദുൽഖർ സൽമാൻ. പേരുകൾ തന്നെ ഭയങ്കര റെയർ ആണ്, വെറൈറ്റി ആണ്. അപ്പം ഈ പേരിന്റെ പുറകിലുള്ള അർത്ഥം എന്താണ്? ആൻഡ് സാറും മമ്മൂക്ക ഒക്കെ കൂടെ കണ്ടുപിടിച്ചൊരു അർത്ഥം ദുൽഖറിന്റെ എന്ന് പറഞ്ഞിരുന്നല്ലോ, ഒരു സൈന്യാധിപൻ വാരിയറിന്റെ പേരാണ് ദുൽഖർ. പിന്നെ സൽമാൻ ഫാരിസി എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പൊ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് ദുൽഖർ സൽമാൻ ആക്കിയത്. പിന്നെ മക്ബൂൽ എന്ന് പറഞ്ഞാൽ കബൂലാക്കപ്പെട്ടവൻ, സ്വീകരിക്കപ്പെട്ടവൻ എന്നാണ് അങ്ങനെ. പക്ഷേ പുള്ളി ഇതുവരെ സിനിമ സ്വീകരിച്ചിട്ട് അതിനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടക്കുന്നു. അതൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുന്ന സംഭവം കുറേയൊക്കെ ഭാഗ്യം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, കഴിവുകൊണ്ട് മാത്രം. അതുമല്ല ബാക്കപ്പ് കൊണ്ടൊന്നും കാര്യമില്ല. ഇത് ഭയങ്കര പേഷ്യൻ്റ് ആ കാര്യത്തിലൊക്കെ. ശരിയാകട്ടെ എന്ന് നമ്മൾ എന്തായാലും ആത്മാർത്ഥമായിട്ട് വിഷയം. അപ്പൊ അങ്ങനെ ഒരു റയർ നെയിം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണ് ആ പേരുകൾ ഇട്ടത്, 2 പേരുകളും വന്നത്. ഇപ്പൊ സാറിന്റെ ഒരു ഫിൽമോഗ്രഫി എടുക്കുകയാണെങ്കിൽ 2000-ലാണ് എൻ്റെ ഒരു ആണെങ്കിൽ ആദ്യത്തെ സിനിമ സാർ ചെയ്തത്. അപ്പം നിങ്ങൾക്കൊരു ഫിൽമി ബാക്ക്ഗ്രൗണ്ട് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക സിനിമയിൽ വന്നത് 1970 ആ ഒരു സമയത്തല്ലേ? 70s ലാസ്റ്റും 80s കൂടിയിട്ടാണ് വന്നത്. അപ്പം ഇത്രയും നാളപ്പോ സാർ വെയിറ്റ് ചെയ്തിരുന്ന എന്തായിരുന്നു ഒരു സിനിമ ചെയ്യാനായിട്ട്? നമ്മൾ സിനിമയിൽ അഭിനയിക്കണം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ തൊഴിൽപരമായ കാര്യങ്ങളും ബിസിനസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അതിനൊക്കെ ആക്സിഡന്റലി ആണ് എൻ്റെ അഭിനയം വന്നത്. ഇല്ല ആരുമില്ല. അത് ഞാനിങ്ങനെ ഒരു 80s ഈ പറഞ്ഞ പോലെ 80s ഒരു വീഡിയോ മാഗസിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ സൈന ആയിട്ട് കണക്റ്റഡ് ആണ്. സൈന പ്ലേ കണക്റ്റഡാണ്. സൈന വീഡിയോ വിഷനാണ്. അപ്പോൾ അന്നൊരു വീഡിയോ മാഗസിൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഈ സിനിമ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ടും ആ കാലഘട്ടത്തിലാണ് ഇപ്പോൾ വലിയ പ്രഗത്ഭരായിട്ടുള്ള ഡയറക്ടർമാർ, ഇപ്പോൾ ജോഷി, പ്രിയദർശൻ, സച്ചിൻ അന്തിക്കാട്, കമൽ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇതുപോലെ ഈ ന്യൂസ് ചാനൽ നിങ്ങളിപ്പോൾ എടുക്കുന്ന ഇൻ്റർവ്യൂസ് പോലെ ഞാൻ അന്ന് 80s ഇൻ്റർവ്യൂ എടുത്തിരുന്നു. പക്ഷെ അന്ന് ചാനൽസ് ഒന്നുമില്ല, യൂട്യൂബ് ഒന്നുമില്ല. അത് നമ്മളത് കാസറ്റിൽ ആക്കിയിട്ട് സിനിമ കാസറ്റ് റിലീസ് ചെയ്യുമല്ലോ, അതുപോലെ മാസത്തിലൊരു കാസറ്റ് റിലീസ് ചെയ്യും. അപ്പോൾ സിനിമ ലൊക്കേഷൻസ് കവർ ചെയ്യും, ആർട്ടിസ്റ്റുമായിട്ടുള്ള ഇൻ്റർവ്യൂ, ഇൻട്രാക്ഷൻസ്, അവരുടെ ഫാമിലി, അങ്ങനെയുള്ള അങ്ങനെ എനിക്ക് ചക സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ അതിൻ്റെ പാരലായിട്ട് എനിക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അവരുമായിട്ടൊക്കെ. അപ്പോൾ നമുക്ക് ഏത് ലൊക്കേഷനിൽ ചെന്നാലും വളരെ സ്വീകാര്യത ഉണ്ടായിരുന്നു, എല്ലാവരെയും അറിയുമായിരുന്നു, ആർട്ടിസ്റ്റുകളെയൊക്കെ അറിയാമായിരുന്നു. പക്ഷേ അത് നമ്മൾ ആ ഒരു രീതിക്ക് അങ്ങനെ കൊണ്ടുവരുന്നത്. ഇപ്പം അന്നുണ്ടായിരുന്ന ആർട്ടിസ്റ്റ്, അപ്പോൾ അവരുമായിട്ടൊക്കെ ഒരു കണക്ഷൻ, ഉർവശി, സീമ, മേനക, അവരുടെയൊക്കെ ഒരു കാലമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവരുമായിട്ടൊക്കെ നമുക്കൊരു സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ മുകേഷിൻ്റെ കല്യാണത്തിനൊക്കെ നമ്മളുണ്ടായിരുന്നു, അംബികയുടെ കല്യാണത്തിനൊക്കെ ഞാനാണ് അവരുടെ കല്യാണത്തിനൊക്കെ വീഡിയോ എടുത്ത്. അത് ശരി. മമ്മൂക്കയും ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മൾ കണ്ടത്. മൊത്തത്തിൽ വീഡിയോഗ്രാഫി ഫോട്ടോ എടുക്കാൻ വലിയ എടുക്കില്ലെങ്കിലും ഈ നല്ല കാഴ്ചകൾ കാണാനുള്ള ഒരു ഇഷ്ടമുണ്ട്. മൊത്തത്തിൽ ഫാമിലിക്ക് ആ ഒരു ക്യാപ്ചറിങ്ങിനോടൊരു ഇഷ്ടമുണ്ടല്ലേ? ഇഷ്ടമുണ്ട്. നമ്മൾ കണ്ണിന് സുഖം നൽകുന്ന കാഴ്ചകളുണ്ട്, അതൊക്കെ കാണാൻ. അതിപ്പോൾ ഫോട്ടോ ആണെങ്കിലും അല്ലെങ്കിൽ വിഷ്വൽസ് അല്ല മൂവി വിഷ്വൽസ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. അങ്ങനെയാണ് സാറിന്റെ ഒരു സിനിമയുടെ ഉള്ളൊരു അരങ്ങ്. സിനിമയിലൊക്കെ അങ്ങനെ വന്നത് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഗൾഫിലായിരുന്നു ഒരു 6 വർഷം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ്. 6 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു. പിന്നെ നമ്മൾ ഈ ഗൾഫ് റിട്ടേൺസിനൊക്കെ ഒരു എന്തല്ലോ ഒരു എന്താ ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്തെന്നുള്ള ചിന്ത. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ട്രിവാൻഡ്രത്ത് പോകുന്നു, ആക്സിഡൻ്റലി ശ്യാമപ്രസാദിനെ കാണുന്നു. അത് ശ്യാം ഒരുപാട് ഷോർട്ട് ഫിലിംസൊക്കെ ദൂരദർശനിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബന്ധം വെച്ചിട്ട് ഞാനിങ്ങനെ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ അങ്ങനെ കാണാൻ പോയപ്പോൾ ഇങ്ങനെ സംസാരത്തിൻ്റെ ഇങ്ങനെ സിനിമ വന്നു. അപ്പോൾ സീരിയലി ഉണ്ടായിരുന്നു നമുക്കൊരു മാതൃഭൂമിയുടെ. അപ്പോൾ അതിൽ അഭിനയിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ലാത്ത കാര്യമാണ്. കാരണം ഒന്നാമത് എനിക്ക് ഈ ക്രൗഡ് ഇതിൽ ഒരു ഇച്ചിരി പേടിയുള്ള ആളാണ്. പബ്ലിക്കിൻ്റെ മുമ്പിലൊക്കെ നിന്ന് സംസാരിക്കുക, ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് പറഞ്ഞാൽ കുറച്ച് പേടിയും ഒരു ധൈര്യക്കുറവൊക്കെ ഉണ്ടാകും. പക്ഷേ പുള്ളി ഇങ്ങനെ പറഞ്ഞു ഈ കണ്ടു ഐവിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഐവിൽ പ്രോവിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ശമനതാളം എന്ന് പറയുന്ന സീരിയലാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത്. പ്രൊമനൻ്റ് ആയിട്ടുള്ള ബാലേന്ദ്രൻ മേനോൻ, ശ്രീജ, വിലാസ് ചേച്ചി, കോഴിക്കോട് നാരായണേട്ടൻ,
അങ്ങനെ കുറേ പ്രഗത്ഭരായ ആളുകളുടെ കൂടെയാണ് ഞാനന്ന് അഭിനയിച്ചത്. ഓക്കെ. അപ്പം സാറിന്റെ സിനിമയിലുള്ള ഒരു അരങ്ങേറ്റത്തെ പറ്റിയിട്ട് പറഞ്ഞു. മമ്മൂക്കാനെ ആക്ച്വലി നമ്മളൊരു പ്രോമിനന്റ് റോളില് മേളയിലാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്, ഒരു ത്രൂ ഔട്ട് റോളിൽ. അപ്പം അതിനു മുമ്പുള്ള ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് സാറായിരിക്കും നേരിട്ട് കണ്ടിട്ടുള്ള ഒരു ലൈക്ക് വൺ ഓഫ് ദ പേഴ്സൺ എന്ന് പറയുന്നത് സാറാണ്. ആ ഒരു സമയം ഒന്ന് റീകളക്ട് ചെയ്തിട്ട്. സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പുള്ളി പ്രൊഫഷണൽ അഡ്വക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഡിഗ്രി എടുക്കുക, വിദ്യാഭ്യാസം പൂർത്തിയാക്കുക, ഒരു പ്രൊഫഷൻ ഉണ്ടാക്കിയെടുക്കുക, തൊഴിൽപരമായ ഒരു സെക്യൂരിറ്റി ഉണ്ടാക്കുക. അതിനുശേഷം പിന്നെ സിനിമ ഈ ആഗ്രഹമുണ്ടല്ലോ, സിനിമയോട് മൂപ്പർക്ക് ആദ്യമേ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളെന്ന് വെച്ചാൽ തൊഴിൽ കളഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോയിട്ട് അങ്ങനെയൊന്നും ആയിട്ടില്ല. പിന്നെ വല്ലാതെ അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്ത് മറ്റാച്ചിലൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെട്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരു സിനിമ ആദ്യം ഇപ്പോൾ അനുഭവങ്ങൾ പഠിച്ചു വന്ന സിനിമ അതൊക്കെ ചെറിയ കുട്ടിയാണ്. എനിക്ക് തോന്നുന്നു ഡിഗ്രി പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ. അതിനോട് പിന്നെ കാലിയാക്കുന്ന സിനിമ അഭിനയിച്ചു. പിന്നെ അതവിടെ അങ്ങനെ അവസാനിച്ചു. പിന്നെ പുള്ളി വിദ്യാഭ്യാസപരമായ കാര്യങ്ങളും ഡിഗ്രി കഴിഞ്ഞു, LLB എടുത്തു, എൻറോൾമെൻറ്റ് കഴിഞ്ഞു. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് MTയുടെ സിനിമയിലേക്ക് വിളിക്കുന്നത്. ഓക്കെ. ഇത്രയും നേരം ഞാൻ സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം കുറച്ചു നേരം സാറ് സംസാരിക്കുന്നത് കണ്ണടച്ചിരുന്ന് കേട്ടാലോ അല്ലെങ്കിൽ സാറ് ചിരിക്കുന്ന കേട്ടാലോ നിങ്ങൾ ഫാമിലിയിൽ എല്ലാവർക്കും ഒരേ സൗണ്ട് പോലെ എനിക്ക് തോന്നാം. ആ ഒരു ചിരി പോലും എനിക്ക് അങ്ങനെ തന്നെ തോന്നാം. ഇത് ഇപ്പം DQനായാലും മമ്മൂക്കൊക്കെ സാറിനായാലും എല്ലാവർക്കും ഒരേ സൗണ്ട് പോലെ ആൾക്കാർ പറയും. ഏകദേശം പരമ്പരാഗതമായ എല്ലാവർക്കും ഫോണൊക്കെ വിളിക്കുമ്പോൾ അല്ലേ? ഫോൺ വിളിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. മൂപ്പർക്ക് ഫോൺ വരുമ്പോൾ ഞാനും നേരത്തെയൊക്കെ ഫോൺ ഇവിടെ പനമ്പള്ളിയിൽ താമസിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഡയറക്ടർമാരൊക്കെ വിളിക്കും, ചിലപ്പോൾ ജോഷിയേട്ടനൊക്കെ വിളിക്കും. പുള്ളി പറഞ്ഞു, ഞാൻ ആലോ എന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു തുടങ്ങും. അപ്പോൾ ഞാൻ പറയാം, അല്ലേ ഞാനല്ല, മൂപ്പരല്ലേ ഞാനാണ് എന്ന് പറയുന്നല്ലേ. ഓക്കെ. അപ്പം എന്തായാലും സാർ, ഇവിടെ ഞാൻ കയറി വന്നപ്പോൾ തന്നെ മുകളിൽ ഒരു നല്ല പൂന്തോട്ടം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. താഴെ മാത്രമല്ല അപ്സ്റ്റെയറിലും. എന്നെ അത് കൂടി ഒന്ന് കാണിക്കുമോ? അത് കാണാൻ കുഴപ്പമില്ല. ഇതാണോ സാർ ചെറിയൊരു ഗാർഡൻ എന്ന് പറഞ്ഞത്? ഇത് അത്യാവശ്യം വലിയൊരു ഗാർഡൻ തന്നെയാണല്ലോ. ഇത് മൊത്തം സാറിന്റെ വൈഫ് മാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നോക്കാൻ ആള് വരും, ഇടയ്ക്ക് ഗാർഡനർ വരും, മെയിൻറ്റെയിൻ ചെയ്തു. ഓക്കെ. ഇപ്പം സാർ ഒരു എഴുത്തുകാരനെ ഒക്കെ ആണല്ലോ. ഇവിടെ എഴുത്തുകാരനെന്ന് പറയാനുള്ളത് എഴുതുമെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഇത്രയും ബുക്സ് ഒക്കെ പബ്ലിഷ് ചെയ്തു. അപ്പം എവിടെ ഇരുന്നിട്ട് സാറിന്റെ ഒരു റൈറ്റിംഗിന് ഒരു ശാന്തി സമാധാനം ഒക്കെ എടുത്തിരുന്നു? ഒരു ശാന്തി സമാധാനമില്ല. എനിക്ക് എപ്പോൾ എഴുതാൻ തോന്നുന്നു അപ്പോൾ എഴുതും. അത് ട്രെയിനിൽ വെച്ചായിരിക്കാം, ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരിക്കാം, ചിലപ്പോൾ വീട്ടിൽ പേരക്കുട്ടികളോട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം. അതിനായിട്ട് ഇരുന്ന് എഴുതാൻ വേണ്ടി അങ്ങനെ ഇരിക്കലൊന്നുമില്ല. ഇങ്ങനെ എഴുതും. ഒരു സ്ലോട്ട് വന്നാൽ അങ്ങനെ എഴുതുമ്പോൾ ഒരു 5 നോവലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുസ്തകങ്ങളായിട്ട്. ഒരു ചെറുകഥാ സമാഹാരം. പുതിയ പുസ്തകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എഴുതി തുടങ്ങി. ഇപ്പം അഭിനയമുണ്ട്, പ്രൊഡ്യൂസറാണ്, സിനിമ സീരിയൽ രണ്ടിലും അഭിനയിക്കുന്നുണ്ട്, എഴുത്തുകാരനാണ്. ഇതിൽ ഏറ്റവും സാറ് എൻജോയ് ചെയ്ത് ചെയ്യുന്നത് എന്താണ്? എല്ലാം എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യണം. നമുക്ക് ഇഷ്ടമില്ലാത്തൊന്നും നമ്മൾ ചെയ്യില്ല. അങ്ങനെയല്ല. ഇതിപ്പോൾ നമ്മൾ സിനിമ, എഴുത്ത്, സാഹിത്യം, പൊളിറ്റിക്സ് അതൊക്കെ നമ്മൾ താല്പര്യത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് താല്പര്യമില്ലാത്ത വിഷയം നമ്മൾ നിർബന്ധിച്ചാലും ചെയ്യിക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യല്ലേ ഓരോ കാര്യം. അപ്പോൾ അങ്ങനെ. ഫേവറേറ്റ് ആക്ടർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ, ഇപ്പോൾ വിച്ചാക്കാട് മമ്മൂട്ടിയുടെ സിനിമകൾ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ അത് വേറൊരു ടൈപ്പാണ്. നമ്മളുടെ ബ്ലഡാണ്, നമ്മുടെ സഹോദരനാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു ആക്ഷൻ സിനിമ അഭിനയിക്കുമ്പോഴും, ഒരു കോമഡി സിനിമ അഭിനയിച്ചാലും, അല്ലെങ്കിൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയുള്ള സിനിമ അഭിനയിക്കുമ്പോഴും നമുക്ക് അഭിനയം സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കത് കോമഡി സീനാണെങ്കിലും ആക്ഷൻ സീനാണെങ്കിലും നമുക്ക് കണ്ണു നിറയും. അത് നമുക്ക് സങ്കടം കൊണ്ടല്ല, അത് നമ്മുടെ സന്തോഷം ഇങ്ങനെ വരുമല്ലോ. ഇപ്പോഴും ഒരു പുതിയ സിനിമ ഇപ്പോൾ ടർബോ വന്നപ്പോൾ പോലും നമ്മൾ ആങ്ഷ്യസ് ആണ്. നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ആവേശമാണ്. അല്ലെ ഇത്രയും 100-400 സിനിമകളിൽ അഭിനയിച്ച ആളാണ്, ഇനി എന്ത് എന്നുള്ളതല്ല. ഒരു പുതിയ സിനിമ, ഒരു പുതിയ നടൻ്റെ സിനിമ, ആദ്യമായി സിനിമ അഭിനയിക്കുന്ന ആളുടെ സിനിമ കാണുന്ന ഒരു ഫീലാണ് നമുക്ക്. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ തന്നെയാണ് സിനിമ കാണുന്നത്. അതുപോലെ നമുക്ക് ലാലിൻ്റെ സിനിമകൾ ഇഷ്ടമാണ്. അല്ല, അങ്ങനെ നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മളോട് എല്ലാവരും കാണിക്കുന്ന ഒരു അടുപ്പമുണ്ടല്ലോ. ഇപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിലും, ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ, ഇപ്പോൾ തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഉള്ള ആളുകൾ, നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകളാണ്. അവർ നമ്മളോടുള്ള സമീപനം വളരെ കറക്റ്റാണ്. നമ്മളെ കംഫർട്ടായിക്കൊണ്ടാണ് അവർ. ഇപ്പോൾ ലാലാണെങ്കിലും
അല്ലെങ്കിൽ മുകേഷോ അല്ലെങ്കിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകളോ ഇപ്പോൾ പുതിയതായിട്ട് വന്നുള്ള ആസിഫ് അലിയോ അല്ലെങ്കിൽ ടൊവിനയോ അതൊക്കെ നമ്മളോട് കാണിക്കുന്ന ഒരു അടുപ്പം അത് നമ്മൾ കംഫർട്ടാണ് അതിൽ. അപ്പോൾ നമുക്ക് അവരെ ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ആക്ടിങ്, സ്റ്റൈൽ ഓഫ് ആക്ടിങ് ഒക്കെ ഇല്ലേ, അതൊക്കെ എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഒരു കഥാപാത്രം ഇപ്പോൾ മമ്മൂട്ടി ചെയ്തൊരു കഥാപാത്രം ലാൽ ചെയ്തപ്പെട്ട ശരിയായിക്കൊള്ളണമെന്നില്ല. ലാലിൻ്റെ ക്യാരക്ടർ ഇങ്ങോട്ടായാലും അവിടെ അങ്ങനെ ഇതുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അഭിനയത്തോടെ എല്ലാവരുടെയും അഭിനയത്തോട്, കാരണം മലയാള സിനിമ നടീനടന്മാരെ കൊണ്ട് അഭിനയിക്കാൻ അറിയാവുന്നവരെ കൊണ്ട് സമ്പന്നമാണ്. എല്ലാ ഭാഷ വെച്ച് നോക്കിയാലും മലയാളത്തിലുള്ള അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള നടന്മാരും നടികളും വേറെ ഭാഷകളിലൊന്നും ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ. ഇപ്പം സാറ് സിനിമയായിട്ടും സീരിയലായിട്ടും എഴുത്തായിട്ടും വ്ളോഗിംഗ് ആയിട്ടും ഒക്കെ ബിസിയാണ്. എങ്കിലും മലയാളത്തിൽ എനിക്ക് സാറിൻ്റെ ഒരു ടാലൻറ്റിനെ കുറേയും കൂടി പോർട്രേ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് റോൾസ് വന്നിട്ടില്ല എന്നുള്ളൊരു പരിഭവം. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ നമുക്കൊരു വേഷം കിട്ടുക, നമ്മൾ ഇൻഡസ്ട്രിയെ നമ്മളെ പ്രൊമോട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ഭാഗ്യമാണ്. അതിനിപ്പോൾ ആരുടെ ഒരു ബാക്കപ്പ് ഉള്ളതൊന്നും കാര്യമില്ല. അതിനൊക്കെ ഒരു സമയമുണ്ട്, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് എന്ന് പറയില്ലേ. അപ്പോൾ അതുപോലെയാണ് എല്ലാത്തിലും. ഇപ്പം ഞാൻ ചെയ്യുന്ന, ഇപ്പോൾ എനിക്ക് കിട്ടുന്നതൊക്കെ ചെയ്യുക എന്നുള്ളതല്ലാതെ എനിക്കത് കിട്ടിയാലേ ഞാൻ ചെയ്യുമെന്ന് വാശി പിടിക്കാനൊന്നുമില്ല. ചെയ്തതൊക്കെ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട. അല്ല, ആരും നമ്മൾ മോശം എന്ന് പറഞ്ഞില്ല, അത് അയ്യോ അത് ചെയ്ത് കുളവാക്കി എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്ന സീരിയൽസ് ഇപ്പോൾ ഹൃദയം എന്ന് പറഞ്ഞിട്ട് സീരിയൽ ചെയ്യുന്നുണ്ട്. സാറിന് ഈ മിനി സ്ക്രീൻ ആൻഡ് ബിഗ് സ്ക്രീൻ അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നുമില്ല, എല്ലാ അഭിനയം തന്നെയില്ല. ഒന്ന് തന്നെ എന്നല്ലേ. അപ്പം സാർ ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇപ്പൊ സാറ് നേരത്തെ ഇച്ചാക്ക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ലാലേട്ടൻ ഈ പേര് കടമെടുത്തതിനോട് പറ്റി സാറിന്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? അല്ല, അവർ തമ്മിൽ ആദ്യമേ തന്നെ ഒരു ബോണ്ടിങ് ഉണ്ട്. പ്രൊഫഷണലി അവർ തമ്മിൽ മത്സരങ്ങളുണ്ട്, അതിപ്പോൾ എല്ലാവരും ഉണ്ടാവും. തൊഴിൽപരമായ മത്സരം എൻ്റെതാവണമെന്ന്, ഞാൻ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഉണ്ട്. പക്ഷെ അവർ ചെറുപ്പം ആദ്യം മുതൽ സിനിമയിൽ വന്ന കാലം മുതൽ അവർ തന്നെ ഒരു 52ഓളം സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരുമിച്ച് അഭിനയിക്കുന്നു, ഇപ്പോൾ പുതിയ പടത്തിൽ ഒരുമിച്ചാണ് അഭിനയിക്കുന്നത്. അങ്ങനെ അപ്പോൾ അത്രയും സൗഹൃദമുണ്ട്, അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിളിക്കുന്നത് കേട്ടിട്ടാണല്ലോ ആര് ചക്കന്ന് വിളിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ ആണ് ഇപ്പോഴും വിളിക്കുന്നത്. ഞാനൊക്കെ എനിക്കൊക്കെ ഇച്ചിരി പോസിറ്റീവ്നെസ് തോന്നിയാണ് കേട്ടോ. അതല്ല, നമുക്കറിയാമല്ലോ, അല്ല നമുക്കറിയാം. ഓക്കെ. ഇപ്പം അവരുടെ ഇത്രയും കൊളാബറേഷൻസിനെ പറ്റിയിട്ടൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറിന് എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടോ സാറിന്റെ ഇച്ഛാക്കോടൊപ്പം ഒരു മുഴുനീള സ്ട്രെങ്ത് ക്യാരക്ടർ കുറച്ച് സിനിമകളിൽ ഇനി അങ്ങ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ എപ്പോഴെങ്കിലും അങ്ങനെ? ഒരാഗ്രഹമൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇപ്പോൾ അങ്ങനെ അഭിനയിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കിട്ടുന്നത് ചെയ്യുക എന്നുള്ളതല്ലാതെ നമ്മൾ മോഹിച്ചെടുത്തുകൊണ്ട് നമ്മളെ കെട്ടാൻ പറ്റില്ല. നമ്മൾ അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക എന്നൊരു കിട്ടുന്നതൊക്കെ ചെയ്യുന്നു, അത് നമ്മൾ ഹാപ്പിയാണ്. എനിക്ക് സാറിന്റെ മൊത്തത്തിലുള്ള ഒരു ലൈഫിനോടുള്ള ഒരു ഔട്ട്ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിരുന്നതിൽ വെച്ചിട്ട് എനിക്ക് സാറിന്റെ റൈറ്റിങ്സിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് നിർഭാഗ്യവശാൽ എനിക്ക് ഒരു ഇതും, പക്ഷെ എന്തായാലും ഞാൻ വായിക്കുന്നതായിരിക്കും ഒരു പുസ്തകം. അപ്പം അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായ സൗദിയിൽ വെക്കുന്ന റിലീസുകളൊക്കെ ദുബൈയിലാണ്. എല്ലാം ഒന്നുമല്ല, ഇപ്പൊ രണ്ടെണ്ണം ദുബൈയിലാണ് ചെയ്തത്, ബാക്കി 4 ഇവിടെ കേരളത്തിൽ തന്നെയാണ് ചെയ്തത്. അത് ഓരോ കഥ നമുക്കൊരു പ്ലോട്ട് മനസ്സിലിങ്ങനെ വരും. അപ്പോൾ അതങ്ങോട്ട് എഴുതി തുടങ്ങും. അപ്പോൾ അതിനൊരു തുടക്കം, ആ തുടക്കം ഇങ്ങനെ വന്ന് പിന്നെ എഴുതി തുടങ്ങിയാൽ നമുക്കൊരു എന്താ പറയുക, വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹരം, എഴുതുമ്പോൾ കിട്ടുന്ന ഒരു ലഹരി, അങ്ങനെയാണ്. ഒരു ലഹരി പോലെ ഉണ്ട് എനിക്ക്. എഴുത്തിനോടൊരു ഭയങ്കര താല്പര്യമുണ്ട്. പക്ഷെ നല്ല എഴുത്താണോ എഴുതുന്നതെന്ന് അറിയില്ല. പക്ഷേ എൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇപ്പോൾ ലാസ്റ്റ് പുസ്തകം ജോൺ ബ്രിട്ടാസ് ആണ് വായിച്ചത്. ജോൺ ബ്രിട്ടാസ് വായിച്ചിട്ട് ഭയങ്കര അഭിപ്രായം പറഞ്ഞതിന് ശേഷമാണ് ഞാനത് പ്രസിദ്ധീകരിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ആദ്യ 2ാമത്തെ പുസ്തകം ജോർജ് ഓണക്കൂർ സാറിന് വായിക്കാൻ കൊടുത്തു. സാറ് വായിച്ചിട്ട് പ്രസിദ്ധീകരിക്കാൻ കൊള്ളാം എന്ന് പറഞ്ഞു. അടുത്ത പുസ്തകം പുരോയാനം എന്നിട്ടൊരു പുസ്തകം സുധീരമാണ്. പിന്നെ എഴുത്തിൽ വരുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് മനുഷ്യർ, നമുക്ക് പരിചയമുള്ള അടുപ്പമുള്ള ആളുകളൊക്കെ അവരുടെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടാകും പല കഥാപാത്രങ്ങൾക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ വളർന്ന ചുറ്റുപാട്, ഞങ്ങളുടെ ഗ്രാമപ്രദേശം, എൻ്റെ കഥകൾ മുഴുവൻ നടക്കുന്നത് പകുതിയും ഗ്രാമത്തിലും പകുതി പട്ടണത്തിലും അങ്ങനെയായിട്ടൊക്കെയാണ്. പിന്നെ ഒരു പ്രത്യേക കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അപ്പോൾ ഓത്തുപള്ളി എന്ന് പറയുന്ന അവസാന പുസ്തകം മലബാർ ബേസ്ഡാണ്. അപ്പോൾ മലബാറിൻ്റെ ഭാഷയാണ് അതിൽ സംസാരിക്കുന്നത്. അപ്പോൾ മലബാർ ഭാഷ എനിക്ക് പരിചിതമാണ്, കാരണം ഞാൻ ഒരുപാട് മലബാർ സന്ദർശനങ്ങളുള്ള ആളാണ്, ഒരുപാട് മലബാർ ബന്ധങ്ങളുള്ള ആളാണ്. അവരുടെ ഫുഡ്, അവരുടെ കൾച്ചർ, അവരുടെ വീട്, വീട്ടുകാരുടെ രീതികൾ, സ്ത്രീകൾ, പുരുഷന്മാർ എല്ലാം. അതൊരു പള്ളിയോട് ബന്ധപ്പെട്ട ഒരു ജുമാ മസ്ജിദ്, അതിനോട് ബന്ധപ്പെട്ട് ഉള്ള ഒരു അല്ലല്ല മാരീഡ് ഹൈ റേഞ്ചിൽ നിന്നല്ല. മലബാർ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്, പിന്നെ ഒരുപാട് യാത്രകളുണ്ട് ചെയ്തിട്ടുണ്ട്.
ഞാനിപ്പം ഇങ്ങനെ കയറി വന്നപ്പം സാർ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റൈൽ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. ഇപ്പം സാറും ഫാഷനിൽ അത്രയും അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി ഡ്രസ് ചെയ്യുന്ന ഒരാളാണ്. പകുതി നമ്മുടെ വേഷവിധാനം കൊണ്ട് കവർ ചെയ്യും, പകുതി പിന്നെ പെർഫോം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ശരി. അപ്പോൾ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, നമ്മളെ പ്രസന്റ് ചെയ്യല്ലേ. ഇപ്പോൾ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കെയർ ചെയ്യും, കാരണം നമ്മളെ അല്ലേ ആളുകൾ കാണുന്നത്. സാർ ഇപ്പം വ്ളോഗിങ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ലൈക്ക് എ ഇയർ അഗോ. അപ്പം സാറിന്റെ വ്ളോഗിന്റെ ഏറ്റവും വലിയ ഫാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇറ്റ്സ് നൺ അതർ ദാൻ ദുൽഖർ സൽമാൻ അല്ലേ? അതെന്താ സാർ പിന്നെ നിർത്തി? അങ്ങനെയല്ല, നിർത്തിയിട്ടില്ല. ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ട്. എനിക്ക് 2 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. എന്റെ പഴയ വീഡിയോസ് ഒക്കെ ഇപ്പോൾ ആളുകൾ കാണുന്നുണ്ട്. പിന്നെ പുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ തിരക്ക്, പിന്നെ കണ്ടന്റ് നമ്മളെ ചില റെസ്ട്രിക്ഷൻ, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ സിനിമയെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ അത് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അതിന് നെഗറ്റീവ് കമൻറ്റ്സ് വരാൻ സാധ്യത കൂടുതലാണ്. അത് പൊളിറ്റിക്സ് പറഞ്ഞാലും ഉണ്ട്. പിന്നെ നമുക്ക് പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് അങ്ങോട്ട് പറയാൻ മാത്രമൊന്നുമുള്ള കഥകളൊന്നുമില്ല. ഇതൊക്കെ കുറേ കഥകൾ പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ അപ്ഡേറ്റഡ് ആണ് ആളുകൾ നമ്മളെക്കുറിച്ച്. ആളുകൾക്കറിയാം ഇയാൾ പറയേണ്ട കാര്യമില്ല, അറിയാവുന്ന കാര്യങ്ങളാണെന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കണ്ടന്റ് പ്രശ്നമുണ്ട്, പിന്നെ ടൈമിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മുടെ ഈ തിരക്കും ഷൂട്ട് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിന്റെ ഒരു ബ്രേക്ക് വന്നപ്പോ സാറിന്റെ ബിഗ്ഗസ്റ്റ് ഫാൻ ചോദിച്ചിരുന്നു, അബ്ബ എന്താണ് ഇനി വ്ളോഗ് വരാത്തത്? ഇപ്പൊ എല്ലാവരും പറയുന്നത് മമ്മൂട്ടിയുടെ ഫാമിലി ഭയങ്കര ഇതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞങ്ങൾ തമ്മിലൊരു ലോക്കുണ്ട്, ഒരു എമോഷണൽ ലോക്ക് എന്ന് പറയാം, വൈകാരികമായ ഒരു കുരുക്ക്. അതെല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇപ്പൊ സാർ വളരെ ശക്തമായ നിലപാടുകളുള്ള എന്നാൽ സാറിന്റെ തന്നെ ഒരു കാം ആൻഡ് പീസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് ഇത്രയും നേരം സാറിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് വീട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഇത് സിറ്റിയുടെ നടുക്കുള്ള ഒരു വീടാണ്, പക്ഷെ ഇഫ് വി സിറ്റ് ഹിയർ നമ്മളൊരു സിറ്റിയിലാണെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല. ഈ ഒരു വീട് അങ്ങനെ സ്ഥലം, ഈ വീടൊരു പണത്തെ ഒരു കഥയാണ് എനിക്ക് ഇനി അറിയാൻ. അല്ലല്ല, ഇത് പണത് കഥയല്ല, ഇത് വാങ്ങിച്ച കഥയാണ്. ഒരു വീടുണ്ടാവുക എന്ന് പറയുന്നത് മനുഷ്യന്റെ, അത് മലയാളികളെ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാർക്കാണ് കൂടുതലും വീടിനോടൊരു, മറ്റുള്ളവർക്ക് വാടക വീട്ടിൽ താമസിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു വീട് വേണമെന്ന് തോന്നിയപ്പോൾ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഈ ഏരിയ കണ്ടപ്പോൾ കുഴപ്പമില്ല, വളരെ കാമാൻ ക്വയറ്റാണ്, അങ്ങനെ തോന്നിയപ്പോൾ അങ്ങനെ സെറ്റാക്കിയതാണ്. വീടാണ് ബ്യൂട്ടിഫുൾ വീടാണ്. സാറിനോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു എഴുത്തുകാരനൊക്കെയാണ്, അപ്പോൾ ആ ഒരു ഉത്തരവാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് ഹോം എക്സാക്ട്ലി ഫോർ യു? ഏറ്റവും കംഫർട്ടായിട്ടുള്ളത്, നമ്മൾ ഏറ്റവും ആശ്വാസിച്ച് ഉറങ്ങുന്നത്. ഞാൻ എത്രയോ യാത്രകൾ ചെയ്യുന്നു, ഷൂട്ടിങ്ങിന് പോകുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. ഞാനിപ്പോൾ ഈ ദുബൈയിലൊക്കെ തന്നെ എത്രയോ, നമ്മൾ എല്ലാ വർഷവും എങ്ങനെയായാലും ഒരു പ്രാവശ്യം ദുബൈയിലൊക്കെ പോകും. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ എത്ര വലിയ കംഫർട്ടായിട്ടുള്ള, എത്ര സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചാലും നമുക്ക് വീട്ടിൽ വന്ന് കയറുമ്പോൾ, എനിക്ക് എല്ലാവരും ഷൂട്ട് കഴിയുമ്പോൾ, ഇപ്പോൾ ലൊക്കേഷനിലാണ് ഷൂട്ട് കഴിയുമ്പോൾ ഞാൻ പറയാം എൻ്റെ എത്ര മണിക്ക് കഴിയും, നേരത്തെ കഴിയുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ വീട്ടിൽ പോകാനല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു ദിവസം ഗ്യാപ്പ് കിട്ടിയാൽ, ഇപ്പോൾ കണ്ടിന്യൂസ് ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു ദിവസം ഗ്യാപ്പ് കിട്ടിയാൽ തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ ഞാൻ ഏതെങ്കിലും കിട്ടുന്ന ട്രെയിനിൽ കയറി ഇവിടുന്ന് ചിലപ്പോൾ ഒരു ദിവസം രാത്രി വന്ന് 11 മണിക്കാണ് ഇവിടെ എത്തുക, പിറ്റേ ദിവസം ഉച്ചയാകുമ്പോൾ അടുത്ത ട്രെയിൻ കയറി തിരിച്ചു പോവുകയും ചെയ്യും. വീട്ടിൽ വരുന്ന വീട്ടുകാരോട് തീർന്നിരിക്കുക, അതാണ് ഏറ്റവും സുഖം. ബന്ധങ്ങളുടെ ലോക്ക് അല്ലേ? ആ ലോക്ക് വല്ലാത്തൊരു ലോക്കാണ്. എന്തായാലും ഒരുപാട് സന്തോഷം സർ, താങ്ക് യു സോ മച്ച് നമ്മുടെ അടുത്ത് ഇത്തരം വിശേഷങ്ങൾ പങ്കുവെച്ച്. വീട് എന്ന് പറയുമ്പോൾ ഒരു പ്രൈവറ്റ് സ്പേസ് ആണ്, അത് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി കാണിച്ചു തന്നതിനും ഒക്കെ ഒരുപാട് സന്തോഷം. അപ്പം എന്നും ഇതേപോലെ സന്തോഷത്തോടെ ആരോഗ്യവാനായിരിക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്.